ഹായ് മുത്തുമണികളെ, ഇറ്റൂസ് വ്ലോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ മുത്തുമണികൾക്കും സ്വാഗതം. അങ്ങനെ വീടിൻ്റെ ചെറിയ വർക്കുകളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇങ്ങനെയുള്ള വീടിനെ നമ്മളിങ്ങനെ നല്ല കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, കുറേ വർഷം പഴക്കമുള്ള വീടാണ് കേട്ടോ. ഇവിടെ ജനിച്ച് വളർന്ന ആൾക്കാരൊക്കെ ഇപ്പോൾ വേറെ വീട്ടിൽ താമസിക്കാൻ തുടങ്ങി കേട്ടോ, മക്കളൊക്കെ. അപ്പം ഇവിടെ താമസിക്കുന്ന ഞങ്ങൾ ഇതിൻ്റെ മേലെ കുറേ കാലമായിട്ട് ഓരോ വർക്ക് ചെയ്ത് എന്താ പറയുക, ഇതിന് ഒരു നല്ല കുട്ടപ്പനാക്കി ഒരു പുതിയ വീടാക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ആദ്യം ഇതിന് സിമൻ്റ് ഇട്ടതായിരുന്നു കേട്ടോ. അതിന് ശേഷം ഞങ്ങൾ ഷീറ്റ് വിരിച്ച് ഇപ്പോൾ കുറേ കാലമായിട്ട് 2-3 വർഷമായിട്ട് തന്നെ ഷീറ്റ് വിരിച്ചിട്ടുള്ളൂ കേട്ടോ. നിലത്തൊക്കെ ഫുൾ ഷീറ്റായിരുന്നു. ഇവിടെ താമസിച്ച് പോയ ആൾക്കാരൊക്കെ ഇത് കാണുമ്പോൾ പറയും, വേറെ പണിയൊന്നും ഇല്ലേ, വേറെ വീട് എടുക്കുന്നില്ലേ, നല്ലത് ഇതിൻ്റെ മേലെ എന്തിനാ വർക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. ശരിയാണ്. കാരണം എന്ന് വെച്ചാൽ പഴയ വീട്ടിൽ എന്ത് തന്നെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പണികൾ അധികവും ചിലവ് കൂടും, അല്ലാണ്ട് വേറൊരു കാര്യമില്ല. നമ്മൾ വൃത്തിയാക്കുന്നില്ല, പിന്നെയും വൃത്തിയാക്കി കൊണ്ടുവരേണ്ടി വരും കേട്ടോ. അതിന് നല്ലൊരു പുതിയ വീട് എടുക്കുന്നത് തന്നെയാണ് ശരി. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഒറ്റയടിക്ക് നമുക്കിപ്പം വീട് എടുക്കാൻ പറ്റും. നമ്മൾ നിൽക്കുന്ന കാലം വരെ നമ്മൾ ഈ വീട് നല്ല വൃത്തിയായി കൊണ്ടെടുക്കാമെന്നല്ലേ. അങ്ങനെ ഞങ്ങളെ വീട് നല്ല കുട്ടപ്പനാക്കി തന്നിട്ടുണ്ട് കേട്ടോ, നമ്മളെ ഏട്ടന്മാരെല്ലാം കൂടിയിട്ട്. അപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ വേറെ വീട് തന്നെ ആഗ്രഹമൊന്നുമില്ല, ഈ ഒരു വീട് തന്നെ ധാരാളം. മേലെ വാർപ്പാന്ന് കരുതിയാൽ മതി, അത്ര തന്നെ ഉള്ളൂ അല്ലേ. ഓട് മാറ്റിയിട്ട് വാർപ്പാന്ന് മനസ്സിൽ കരുതിയിട്ട് ഇവിടെ അങ്ങ് കിടന്നുറങ്ങിയാൽ ആ സുഖം വേറെ ഒന്നും എവിടെയും കിട്ടില്ല. അങ്ങനെ പഴയതിൽ നിന്ന് പുതിയതിലേക്ക് എന്ന് പറഞ്ഞ പോലെ നമ്മളെ വീടിനെ കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ ഏട്ടന്മാരെല്ലാം നല്ല അടിപൊളിയായിട്ട് നല്ല നീറ്റായിട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. വാഷ് ബേസിനൊക്കെ അങ്ങ് തട്ടിക്കളഞ്ഞിട്ടോ അടുക്കളയിൽ നിന്ന്. ഓക്കെ, അപ്പോൾ ഒരു നല്ല നല്ല മുടുക്കനാക്കിയിട്ടുണ്ട് വീടിനെ. നമ്മൾ എത്ര വൃത്തിയാക്കിയാൽ അത് വൃത്തി പോലെ ഇരിക്കണമെങ്കിൽ നല്ലൊരു വീട് തന്നെ വേണം. എത്ര പഴയ വീട് എന്ന് വെച്ചാൽ എത്ര വൃത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ അതിനൊരു വൃത്തി കാണാനുണ്ടല്ലോ. നമ്മൾ വെറുതെ സമയം മെനക്കെട്ട് ഓരോ പണിയെടുക്കുക എന്നല്ലാണ്ട് വിശേഷ ദിവസങ്ങളൊക്കെ വരുമ്പോൾ ഇങ്ങനെ എന്താ പറയുക, ഒരാഴ്ച മുതൽ തുടങ്ങും ഓരോന്ന് ചെയ്യുന്നാലും അത് ചെയ്ത പോലെ ഒന്നും കാണാനുണ്ടാവില്ല, പിന്നെയും വൃത്തിയോടെ തന്നെയായിരിക്കും. അങ്ങനെ ലാസ്റ്റ് മിനിക്ക് പണിയിലേക്ക് എത്തി കേട്ടോ, വർക്ക്. ഓക്കെ, അപ്പം ഫുള്ള് പുറത്തുനിന്നായിരുന്നു വെക്കലും വിളമ്പലും ഒക്കെ. നല്ല മഴയും ഉണ്ടായിരുന്നു. 2 ദിവസം ഒരു കുഴപ്പമില്ലായിരുന്നു, നല്ല വെയിലായിരുന്നു, അതുകൊണ്ട് അത്രയ്ക്ക് പ്രശ്നം തോന്നിയില്ല. പിന്നെ നല്ല മഴയായിരുന്നു, കൂടെയുള്ള മഴയായിരുന്നു. ഇവിടെ നിന്നായിരുന്നു കേട്ടോ നമ്മൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയത്. ഓക്കെ, അപ്പോൾ നല്ലൊരു രസമായിരുന്നു കേട്ടോ, ഇങ്ങനെ പുറത്തുനിന്ന് ഭക്ഷണമൊക്കെ കഴിക്കുക, ഭക്ഷണം ഉണ്ടാക്കുക എന്നുള്ളത്. ഇനിയെല്ലാം ഒന്ന് നല്ല തുടച്ച് വൃത്തിയാക്കി നീറ്റാക്കി വെക്കണം. അപ്പം എൻ്റെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ മുത്തുമണികളെ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ ബൈ.